വളവുവച്ച മഹാദേവർ കുന്നില് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ തെരുവ് നായ്ക്കൾ മൃഗീയമായി ആക്രമിച്ച് അതിഗുരുതരമായ പരിക്കുകളേറ്റ് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മണ്ഡലം പ്രസിഡന്റ് ജവാബ് ഖാനൂറിനെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. സംഗമത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ചിത്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൗഷാദ് മുതയിൽ, സെക്രട്ടറി അനസ് മുതയിൽ, ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സഹകരണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ലക്ഷ്മി മുക്കുന്നു, സമദ് ചിത്ര, അനസ് വളവുവച്ച, ഷമീർ മുതയിൽ, മറ്റ് പ്രിയങ്കരായ പാർട്ടിയുടെ പ്രവർത്തകരെ, ജനാധിപത്യ മതേതര വിശ്വാസികളും, SDPI ചിത്ര പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമം, പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചവരെ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട് ഇന്ന് ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് തെരുവുനായ ശല്യം എന്നുള്ളത്. അതൊരുപക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, രാജ്യത്തുടനീളം വലിയൊരു പ്രതിസന്ധിയായി തെരുവുനായ്ക്കളുടെ ശല്യം ഭരണ സംവിധാനം എന്ന് പറയാൻ കഴിയുന്ന, പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറയാൻ കഴിയുന്ന അധികാരികളുടെ മുന്നിലാണ് ഈ നാട്ടിലെ ഗൗരവമേറിയ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SDPI കടന്നു വന്നിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വളവുവച്ച മഹാദേവർ കുന്നില് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ തെരുവ് നായ്ക്കൾ മൃഗീയമായി ആക്രമിച്ച് അതിഗുരുതരമായ പരിക്കുകളേറ്റ് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നു. മുഖത്ത് മാരകമായ മുറിവുകളാണ് ഏറ്റിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വീണ്ടും നമ്മൾ മറ്റൊരു ചിത്രം കണ്ടിരിക്കുന്നു. കൊല്ലായിലാണ് സ്കൂളിന്റെ മുന്നിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നേരെ തെരുവ് നായ്ക്കൾ പാഞ്ഞെടുക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ ഒരു മാർച്ച് കടന്നു വരുമ്പോ സുഗമമായി അതിന് ആ ഒരു യാത്രക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തെരുവ് നായ്ക്കൾ ആക്രമണം നടത്തുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധ മാർച്ചിനെ പോലും തടസ്സപ്പെടുത്തുന്ന തരത്തില് തെരുവ് നായ്ക്കള് ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഒന്നടങ്കം അത് കക്ഷിരാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ആപാലവൃത്തം ജനങ്ങൾക്കും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ തെരുവുനായ ശല്യം എന്നുള്ള രൂപത്തിന് പ്രാദേശിക ഗവൺമെന്റ് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ അധികാരികൾ, പഞ്ചായത്ത് അധികാരികൾ,
അടിയന്തരമായി ഗൗരവ സ്വഭാവത്തോടു കൂടി ആ ഒരു വിഷയത്തെ സമീപിക്കുകയും ആ ഒരു സൈന്യത്തെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് ഇത്തരണത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്.